ഇറാൻ ആണവ നിലയങ്ങളും ആണവ പരീക്ഷണങ്ങളും നിർമ്മിക്കുമ്പോൾ തന്നെ അത് തകർക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കാരണം ഈ അറബ് രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളോ അല്ലെങ്കിൽ ആണവ നിലയങ്ങളോ എത്തിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വലിയ ദോഷം ചെയ്യുമെന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നിരന്തരം ഇറാനിലുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തുന്ന സയൻറ്റിസ്റ്റുകളെ കൊന്നൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോരാത്തതിന് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ അവിടെ ഒരു വലിയൊരു ആക്രമണം കഴിഞ്ഞ് തിരിച്ചു മടങ്ങിയതേ ഉള്ളൂ. അതിന് പുറകെ അമേരിക്കയും വലിയൊരു ആക്രമണം ആണവ നിലയത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയിരുന്നു റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതായത് ആണവ നിലയങ്ങൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് ഇറാൻ അതിനുശേഷം പറയുകയും ചെയ്തു. ഈ സാഹചര്യം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടായി. ഇപ്പോഴിതാ റഷ്യ ഇറാന്റെ പിറകിലെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. നേരത്തെ തന്നെ ഇറാന്റെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറയുന്നത് റഷ്യയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ റഷ്യ ഏത് നിമിഷമായിരിക്കും ഇറാനെ ബാക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ്. റഷ്യയുടെ സഹായത്തോടെ ഇറാൻ 8 പുതിയ ആണവ നിലയങ്ങൾ, അതായത് അറ്റോമിക് റിയാക്ടറുകൾ നിർമ്മിക്കുമെന്നും ദീർഘകാലം നിലനിൽക്കുന്ന ശുദ്ധമായ ഊർജ്ജം നേടുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരിക്കും ഇവ നിർമ്മിക്കുന്നതെന്നും ഇറാന്റെ ആണവോർജ്ജ സംഘടനാ മേധാവി മുഹമ്മദ് ഇസ്മായിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ റഷ്യ ഇറാനെ ബാക്ക് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലവിലത്തെ പക്ഷമെന്ന് പറയുന്നത്. അവിടെ ആണവ നിലയങ്ങൾ ഊർജ്ജ സ്രോതസ്സിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നതെങ്കിലും റഷ്യ ബാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പിന്നിൽ ആണവ പോർമുനകൾ ഉണ്ടാക്കാനുള്ള വലിയ നീക്കം നടക്കുന്നു എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ബുഷേർ മേഖലയിൽ 4 ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇറാനും റഷ്യയും കരാറിലെത്തിയതായി മുഹമ്മദ് ഇസ്മായിൽ ഞായറാഴ്ച വൈകുന്നേരം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായി ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മറ്റ് 4-ൽ 2 കാസ്പിയൻ കടൽ തീരത്തും 2 തെക്കൻ തീരത്തും നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും 4 നിലയങ്ങൾക്കുള്ള സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. പ്രഖ്യാപനം സർക്കാർ പിന്നീട് നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്ലാന്റുകളെക്കുറിച്ച് AEOA മേധാവി പറഞ്ഞത് ശുദ്ധവും തുടർച്ചയായതുമായിട്ടുള്ള വൈദ്യുതി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്നാണ്. ഇറാൻ 20,000 മെഗാവാട്ട് വൈദ്യുതി ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇറാന്റെ ആണവോർജ്ജ മേധാവി മുഹമ്മദ് ഇസ്മായിൽ പറഞ്ഞു. ഇറാന്റെ വടക്കൻ പ്രവിശ്യയായിട്ടുള്ള ഗോലസ്ഥാനിൽ ആണവ നിലയം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി AEOA മേധാവിയെ ഉദ്ധരിച്ച് റഷ്യൻ സർക്കാർ ഉടമസ്ഥതയുള്ള ടാസ് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നു. സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും ഇത് ഉപയോഗിക്കുകയെന്നാണ് നിലവിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.